എൻ്റെ പേര് ബിന്ദു ജോയ്. ഞാൻ ഇളമക്കര കലൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഇത് എൻ്റെ മകൾ സാറ. എനിക്ക് ഈ മണ്ണിൽ, ഈ പുണ്യഭൂമിയിലെ ഈ അൾത്താരയിൽ നിൽക്കാൻ കഴിഞ്ഞതിന് അമ്മയോടും ഈശോയോടും ഞാൻ 1000 നന്ദി പറയുന്നു. ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2016 ഞാനിവിടെ വന്ന് ഉടമ്പടിയെടുത്ത വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ആത്മീയതയുടെ കുറവാണോ, എന്നിലുള്ള വിശ്വാസത്തിൻ്റെ കുറവാണോ എന്നെനിക്കറിയില്ല. അന്ന് ഇതേപോലെ ഒരു അച്ഛൻ്റെ ഒരു ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കേവലം ഞങ്ങൾ കുറച്ച് പേരെ നിർത്തിയിട്ട് ഒരു ചേച്ചിയാണ് അന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്, അന്ന് എൻ്റെ മക്കളൊക്കെ ചെറുതായിരുന്നു. ഓൺലൈൻ വഴി അങ്ങനെയൊന്നും നമുക്ക് അച്ഛൻ്റെ പ്രഭാഷണങ്ങളോ ഒന്നും കേൾക്കാൻ, ധ്യാനം ഒന്നും കൂടാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. എങ്കിലും ഞാൻ 2-3 തവണ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ പോരായ്മയോ എൻ്റെ എന്തൊക്കെയോ കുറവുകൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ച 6 കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് കൃപാസന മാതാവിനെ വെറുപ്പായി. എനിക്ക് ഇവിടെ വരണവരോട് ഇഷ്ടമില്ല, ഇവർ പറയണ കാര്യങ്ങൾ എനിക്കിഷ്ടമില്ല. എനിക്കത് ആരും എനിക്ക് കൃപാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞ് വന്നവരെ എനിക്ക് ഉൾക്കൊള്ളാനേ സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ ജൂണിൽ എൻ്റെ മോൾക്ക് കേരള സ്പോർട്സിൽ സെലക്ഷൻ കിട്ടി. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നിൽ കൂടി, ഈ പള്ളിയുടെ മുന്നിൽ കൂടി വരുമെങ്കിലും എൻ്റെ മുഖം പോലും ഞാനിങ്ങോട്ട് തിരിച്ച് നോക്കൂല ഞാൻ. കാരണം എനിക്കിഷ്ടമില്ലാത്ത സ്ഥലം ഇതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകും. തിരിച്ചും അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മേഴ്സി എന്ന് പറഞ്ഞൊരു ചേച്ചി, പ്രായം വെച്ച് വളരെ ഏജുള്ളതാണ്. പക്ഷേ ആ ചേച്ചി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എന്നോട് പറയും, ബിന്ദു 2 പെൺമക്കളുള്ള ഒരു വ്യക്തിയാണ്, നീ എന്തായാലും ഉടമ്പടി എടുക്കണമെന്ന് പറയും. അപ്പോൾ എന്നൊക്കെ ഫോൺ ചെയ്യണം, അന്നെല്ലാം ഈ ചേച്ചി എന്നോട് ഇത് തന്നെയാണ് സംസാരിക്കണത്. അവസാനം എനിക്ക് ആ സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്കൊന്നും ആ ചേച്ചിയോട് മറുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ സൈലൻ്റായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം ഭയങ്കര അങ്ങോട്ട് ദേഷ്യത്തോടെ പറഞ്ഞ്, മേഴ്സിച്ച് ഒരിക്കലും ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും നടത്തി തരാത്തൊരു മാതാവാണ്. എനിക്കെൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടൊരു സ്ഥലമാണത്. എന്നെ അതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞു. എന്നാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുമ്പോൾ മേഴ്സിച്ച് വീണ്ടും എന്നോട് കൃപാസനത്തിലെ കാര്യങ്ങൾ പറയും. അങ്ങനെ ഇരിക്കുകയും എൻ്റെ മോൾ ഇവിടെ ജൂണിൽ വന്ന്, ജൂൺ 7 വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട് വിട്ട സാഹചര്യവും കഠിനമായ ട്രെയിനിങ്ങും പിന്നെ റോവിങ് എന്ന് പറയുന്ന ഒരു വാട്ടർ സ്പോർട്സിലാണ് മോൾക്ക് സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഒരു കിണർ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ വെള്ളമായിട്ടൊരു ബന്ധമില്ല. ട്രെയിനിങ് എല്ലാം നടക്കുന്നത് ആഴമേറിയ പുന്നമടക്കായലിൽ. അപ്പോൾ കൊച്ചിങ്ങനെ വിളിച്ച്, അമ്മ ഒപ്പമുള്ള പിള്ളേരെല്ലാം ആലപ്പുഴയിലുള്ളവരാണ്, അവർക്ക് നല്ലപോലെ നീന്തലറിയാം, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, വഞ്ചിയായിട്ട് ഭയങ്കര കണക്ഷനുള്ള മക്കളാണ്. അപ്പോൾ അവൾ പറഞ്ഞ്, എല്ലാവരും നല്ല പെർഫോമൻസ്, എനിക്കെന്താണ് അമ്മയെ സാധിക്കാത്തത്? അമ്മ പ്രാർത്ഥിക്കണം, അമ്മ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് എൻ്റെ മോൾ എന്നോട് പറയും. അങ്ങനെ ഇരിക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്കിലും കൃപാസന മാതാവ് അപ്പോഴും എൻ്റെ ചിന്തയിലും മനസ്സിലുമില്ല. അങ്ങനെ ഒരു ദിവസം വീണ്ടും മേഴ്സിച്ചിയുടെ ഫോൺ വരണേണ്. ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ മേഴ്സിച്ചി എന്നോട് പറഞ്ഞ്, ബിന്ദു എന്തായി ഉടമ്പടിയുടെ കാര്യമെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വയലൻ്റ് ആയ പോലെ, ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് താല്പര്യമില്ല, എന്നോട് സംസാരിക്കരുതെന്ന് വരെ ഞാൻ പറഞ്ഞു. പക്ഷേ അതിനുശേഷം എൻ്റെ ഉള്ളിലിരുന്ന് വലിയൊരു, എനിക്കറിയില്ല, ഞാനിത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളിലിരുന്നും ഭയങ്കരമായിട്ട് എനിക്ക് വേദനിക്കണം നെഞ്ചിരുന്നു. ഞാൻ വലിയൊരു തെറ്റ് ചെയ്ത പോലെയുള്ളൊരു ഫീലിങ്. എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇരിക്കുമ്പോൾ തോന്നും നിൽക്കണം. എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് പോയി. അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വിട്ട്. അങ്ങനെ ഇരിക്കെ മോളുടെ അടുത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും കാണാൻ ഹോസ്റ്റലിൽ. അങ്ങനെ വരണ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട്, ഞങ്ങളിതിലേ പോയി അപ്പോഴും ഞാൻ നോക്കിയില്ല, തിരിച്ച് 1 വേ ചെയ്തുകൊണ്ട് ആ സൈഡിലൂടെ പോണ വഴിക്ക് കൃപാസനം കഴിഞ്ഞ് ഒത്തിരി ദൂരം പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നതാണ്, ജോയി നമുക്ക് ഒന്ന് കൃപാസനത്തിൽ കയറണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ
എന്താണ് പുള്ളി ഇത്രം ദൂരം ഓടിയേക്കണോണ്ട് തിരിച്ച് വൺ വേ ചെയ്തുകൊണ്ട് യൂട്ടേണൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നെ തിരിച്ചിവിടെ കൊണ്ടുവരിക. ജോയി നോ എന്ന് പറഞ്ഞാൽ അതെനിക്കതൊരു വിഷമമാകും. അപ്പം ഞാൻ യെസ് അല്ല നോ അല്ല എന്നുള്ള മട്ടിൽ ഞാനിങ്ങനെ പറയുന്നതാണ്, ഒന്ന് പോയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ്. കേൾക്കേണ്ട താമസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, അതിനെന്താ നിന്നെ ഞാൻ കൊണ്ടുവരാമല്ല കൃപാസനത്തിൽ പോകണം നിനക്കെന്ന് ചോദിച്ച് അവിടെ നിന്ന് തന്നെ വണ്ടി തിരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് കയറിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണെന്നറിയില്ല, എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം. ഒരു തൂവലിൻ്റെ കനം പോലെ ഞാൻ അങ്ങോട്ട് ശൂന്യമായി പോയേക്കണം എൻ്റെ ആത്മാവ്. ഞാനും തന്നെ ഞാൻ ഇവിടെ വന്ന് മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് പിടിച്ച് ഞാൻ കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ആത്മവിശ്വാസം, എന്തൊക്കെയോ എനിക്കറിയില്ല, ആരൊക്കെയോ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് വലിയൊരു ധൈര്യം, ഭയങ്കര ഒരു ആശ്വാസം. എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ പഴയ തിക്താനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു കാര്യങ്ങളും 6 നിയോഗത്തിൽ ഞാൻ വെച്ചില്ല. അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു, ഞാനിവിടെ വന്ന് എൻ്റെ ആവശ്യങ്ങൾ മാത്രം ആവശ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെനിക്ക് വേദന തന്നെങ്കിൽ ഇനി എൻ്റെ ജീവിതം, ഇനിയുള്ള കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അവർക്ക് കിട്ടണ ആ അനുഗ്രഹം അതെന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവും, പിന്നെ എനിക്ക് മാതാവിനോട് എൻ്റെ ആവശ്യങ്ങളൊന്നും ആവശ്യപ്പെടാൻ തോന്നിയില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് വെച്ച ആദ്യത്തെ നിയോഗം, എൻ്റെ മോളുടെ ഒരു ഫ്രണ്ട് UK അവിടെ ജോലിയില്ലാണ്ട് വല്ലാണ്ട് കിടന്ന് ഞെരുക്കത്തിലാണ്. ഭക്ഷണം അതിനു വരെയും ബുദ്ധിമുട്ടുള്ള പോലെ എൻ്റെ മോൾ എന്നോട് പറഞ്ഞ്. ഞാൻ വെക്കം തന്നെ ആ ഒരു നിയോഗം ആദ്യം വെച്ച്. അതുമാത്രം, ബാക്കിയുള്ള നിയോഗങ്ങൾ ഞാനെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വെച്ചതെങ്കിലും ഈ ഒരു കാര്യം എൻ്റെ മോളുടെ ഏജുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അതായിരുന്നു ഒന്നാമതായി വെച്ചത്. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഒരാഴ്ച തികയണതിന് മുമ്പ് UK വിളിച്ചു പറഞ്ഞ്, ആൻറ്റി ഒരു ജോലിക്ക് പകരം എനിക്ക് 2 ജോലി പാർട്ട് ടൈമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞ്. അതെന്നെ സംബന്ധിച്ച് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ ഉടമ്പടി നടക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ മോള് 3 മാസം വരെ എൻ്റെ കൊച്ചിനെ അവിടെ പൊരുത്തപ്പെടാനും അസുഖങ്ങളോ കാരണം നല്ല ട്രെയിനിങ് പോലും കിട്ടിയിട്ടില്ല. ആ സമയത്താണ് മോള് പറയണത്, അമ്മ ഒരു ജൂനിയർ നാഷണൽ ഗെയിം വരണുണ്ട്, എന്നെ സംബന്ധിച്ച് ലാസ്റ്റ് ഒരു ജൂനിയർ ഗെയിമാണ്, എനിക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്കത് വൻ നഷ്ടമായിരിക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 3 വർഷം 4.5 വർഷം ട്രെയിനിങ്ങുള്ള മക്കളുള്ള ഈ സ്പോർട്സ് കൗൺസിലിൽ കേവലം 3 മാസം മാത്രം ട്രെയിനിങ്ങുള്ള, അതും കൂടുതൽ അസുഖങ്ങളായിട്ടും മറ്റ് പ്രശ്നങ്ങളായിട്ടും എൻ്റെ മോൾക്ക് അതിൽ ട്രെയിനിങ് പോലും മര്യാദക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് യോഗ്യത ഉണ്ട് എൻ്റെ മോളെ ഞാൻ ആവശ്യപ്പെടായിരുന്നു? അപ്പോഴും എൻ്റെ കൊച്ചു പറയുന്നുണ്ട്, അമ്മ പ്രാർത്ഥിച്ചാലേ അമ്മക്ക് കിട്ടുമെന്ന്. ഞാനങ്ങനെ ഈശോനോട് പറഞ്ഞപ്പോഴാണ് മത്തായി 15:28 പറയുന്നുണ്ട്, യേശു പറയുന്നതാണ്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം അവളുടെ പുത്രി സൗഖ്യമുള്ളതായി. അപ്പോൾ ആ ഒരു വചനം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസമായി, എന്നെക്കൊണ്ടത് നടക്കും, പ്രാർത്ഥിച്ചാൽ എൻ്റെ കൊച്ചിന് കിട്ടുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്ക് വന്നു. അവളുടെ പുത്രി സൗഖ്യമുള്ളതായി എന്നുള്ള വാക്കിൻ്റെ ആ സ്ഥലത്ത് ഞാൻ അത് വീണ്ടും ഉരുവിട്ടുകൊണ്ടിരുന്ന വെച്ചത് എൻ്റെ മകളുടെ വിജയമാണ് എനിക്കവിടെ കിട്ടാൻ പോണേന്നാണ് എനിക്ക് തിരിച്ചറിവ് കിട്ടിയത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മോൾ ആദ്യം എന്നോട് പറഞ്ഞത്, അമ്മ കോച്ചിന് എന്നെ സെലക്ട് ചെയ്യാൻ തോന്നിക്കണേ, കാരണം 3 വർഷം ട്രെയിൻഡ് ആയിട്ടുള്ള പിള്ളേരാണ്, ഞാൻ 3 മാസം ആയിട്ടില്ല, എനിക്ക് ബോട്ടിൻ്റെ ടെക്നിക്ക് അറിയാൻ പാടില്ല, സ്വിമ്മിങ്ങിന് കപ്പാസിറ്റി കിട്ടണില്ല, എന്നെ എടുക്കുമെന്ന് ഒരു ഉറപ്പുമില്ല അമ്മ എന്ന് പറഞ്ഞു. ഞാൻ വെക്കം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടണേണ് കൊച്ചിന് ഇതേപോലെ തന്നെ വചനം കിട്ടണേണ്. മത്തായി 11:10 പറയുന്നുണ്ട്, ഇതാ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിനക്ക് മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കുക എന്നുള്ള ആ വചനം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ആഴോ എൻ്റെ വിശ്വാസം. ഞാൻ കൊച്ചിനോട് പറഞ്ഞ്, മോന് കിട്ടും,
മോന് സെലക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മോളുടെ കോൾ വന്നു, അമ്മ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി മോനൊന്നും നോക്കണ്ട, മോൻ നല്ലപോലെ മോനാൽ കഴിയണ മോനിലുള്ള ബെസ്റ്റ് മോൻ എടുക്കുക, ബാക്കി ദൈവം ഇതായിക്കോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇവർ ഡിസംബറിൽ 3 മാസം ഡിസംബർ 6-ാം തീയതി അങ്ങനെ എന്തോണം ഇവർ ഇവിടെ നിന്ന് ട്രെയിൻ കയറി. അതാ സ്ലീപ്പർ കോച്ച് ഒന്നുമല്ല, വെറും ജനറൽ കോച്ചിലിരുന്നാണ് 2 ദിവസം ഡേയും നൈറ്റും ചണ്ഡീഗഡിലായിരുന്നു ഇവരുടെ ട്രെയിനിങ്. ഇവർ പോണ വഴിക്ക് ഞാൻ മാതാവിനോട് പറയുന്നതാണ്, മാതാവേ എൻ്റെ മകൾ കയറുന്ന ട്രെയിൻ, എൻ്റെ മകൾ ചവിട്ടണ മണ്ണ്, എൻ്റെ മകളിരിക്കണ സീറ്റ്, എൻ്റെ മകൾ നോക്കണ കാഴ്ചകൾ എല്ലാം ഞാൻ എൻ്റെ മാതാവിന് സമർപ്പിച്ച്, എൻ്റെ കൊച്ചിന് അവിടെ ചെന്നാൽ അമ്മേ നീ കൂടെ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവളെന്നോട് ചണ്ഡീഗഡിലെത്തി. അപ്പോൾ എൻ്റെ മോളെന്നോട് ചോദിക്കണേണ്, അമ്മ നാളെ കോമ്പറ്റീഷൻ തുടങ്ങുന്നതാണ്, എനിക്കത് കിട്ടുമോ അമ്മ എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ മോളോട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ ദൂരെ കിടക്കണം, അവൾ ഡൗൺ ആകും. ഞാൻ കിട്ടുമെന്ന് പറഞ്ഞ് അവൾക്കത് കിട്ടിയില്ലെങ്കിൽ അതും വിഷമവും. ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ. പക്ഷേ ഇന്ന് ഏതോ ഒരു ശക്തി എൻ്റെ പുറകിലിരുന്ന് പറയാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് കിട്ടും, മോന് കിട്ടും, മോൻ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ ഇവർക്ക് 2nd പൊസിഷനിൽ ഇവരെത്തി. അങ്ങനെ 2nd പൊസിഷനിലെത്തിയപ്പോൾ വീണ്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും 2nd കിട്ടി. ഫൈനലിൽ ഇവർ കടന്നു. അപ്പോൾ ഓരോ കോമ്പറ്റീഷൻ വരുമ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അമ്മ എനിക്ക് കിട്ടുമല്ലേ, അമ്മ പറഞ്ഞ് എനിക്കത് കിട്ടും, അമ്മ പറയുമെന്ന് പറയുമ്പോൾ ഫോൺ ചെയ്യണം. ഞാനിങ്ങനെ കുറച്ച് നേരം മിണ്ടാതിരിക്കണേണ്. എന്നാലും എനിക്ക് എവിടുന്നോ ഒരു ശക്തി കിട്ടി. ഞാൻ പറഞ്ഞ് മോന് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ 2 കോമ്പറ്റീഷന് 2nd കിട്ടി. ഫൈനലിലെത്തിയപ്പം നാഷണലി നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും തമ്മിലാണ് കോമ്പറ്റീഷൻ. നമുക്ക് എന്നെ സംബന്ധിച്ച് 3 മാസത്തെ ട്രെയിനിങ്ങുള്ള ഒരാളെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണത്. എനിക്കതും വല്ലാത്തൊരു വെല്ലുവിളിയായിരുന്നു എൻ്റെ മുന്നിൽ. അങ്ങനെ കോമ്പറ്റീഷൻ്റെ തലേ ദിവസം രാത്രി 12 മണിയായപ്പോൾ അവിടുത്തെ മൈനസായിട്ടുള്ള കാലാവസ്ഥയും എൻ്റെ കൊച്ചിന് ഛർദിൽ പനിയായിട്ട് 12 മണിക്ക് നാളെ രാവിലെ ഇന്ന ടൈം അവർ നേരത്തെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ കോമ്പറ്റീഷൻ നടക്കേണ്ടടുത്ത് രാത്രി ഒരു തരി ഉറങ്ങാണ്ട് ഛർദിലും പനിയായിട്ട്. കൂടെയുള്ള പിള്ളേരൊക്കെ ട്രെയിൻ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാണ്ട് അവർക്കെല്ലാം ആദ്യമേ തന്നെ പനി വന്നുപോയി. എൻ്റെ കുഞ്ഞിന് മാത്രം ഫൈനലിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഈ ഛർദിലും പനിയൊക്കെ കേൾക്കണത്. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നേരം വിളിക്കുക തന്നെ വിളിച്ച്, അമ്മ ഞാൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല, എനിക്ക് വല്ലാത്ത പനി, എനിക്കൊരു ഗുളിക പോലും കഴിക്കാൻ പാടില്ല, കാരണം കോമ്പറ്റീഷൻ അവർ ഉത്തേജന ടെസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കൊരു മെഡിസിൻ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, മോനൊന്നും വരില്ല, മോൻ അസമയമാകുമ്പോൾ മോൻ നോക്കിക്കോ, മോനൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ കൊച്ചിത് പറഞ്ഞത് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനൊരു കണക്കിന് നേരം വിളിപ്പിച്ചിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ ആൾത്താരയിൽ ഈ സിസ്റ്റർ ഇരിക്കണം അവിടെ വന്ന് ഞാൻ അതിരാവിലെ വന്ന് സീറ്റ് പിടിച്ചേക്കണേണ്. ഞാൻ എന്നിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞ്, അമ്മ എൻ്റെ കൊച്ച് വയ്യാത്ത അവസ്ഥയിലും വഞ്ചിയും അങ്ങനെയുള്ള ഒരു വല്ലാത്ത തണുപ്പും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എൻ്റെ കുഞ്ഞിരിക്കണേണ്. നീ യേശുവിനോട് പറഞ്ഞ് യേശു ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുത്ത് വഞ്ചിട അമരത്തിരുന്ന പോലെ നീയും ഈശോയും ഔസേപിതാവും സകല മാലാകന്മാരും വിശുദ്ധരും എല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിവിടെ ഇരിക്കണേണ്. ഊണുറക്കമൊന്നുമില്ല. എനിക്ക് മൊബൈൽ പോലും ഞാൻ ഓണാക്കിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡും കയ്യിൽ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ സൈലൻ്റ് ആക്കാമെന്നാണ്. എനിക്കെൻ്റെ കൊച്ചി മെഡൽ കിട്ടിയെന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം മാത്രം എൻ്റെ കയ്യിലേക്ക് ഫോൺ തന്നാൽ മതിയെന്ന്, ഫോൺ ഞാൻ എടുക്കുകയുള്ളെന്നുള്ള വാശി തന്നെയായിരുന്നു. 4-4:30 ഞാൻ ഫോൺ സൈലൻറ്റിൽ ഇട്ടേക്കണോണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പതിയെ വന്ന് വിളിച്ചു പറഞ്ഞ്, ബിന്ദു കൊച്ചിന് മെഡൽ കിട്ടിയേട്ടാ, അവന് ബ്രോൺസ് മെഡൽ കിട്ടി. അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് ബ്രോൺസ് എങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ്. അത് കുഞ്ഞു പറയണത് ആ കോമ്പറ്റീഷൻ നടക്കണ സമയത്ത് വഞ്ചി തുഴയാൻ അവൾക്ക് സാധിക്കണില്ലെന്ന്. കാരണം കാറ്റ് വരുമ്പോൾ ആ തണുപ്പും പനിയുടെ ഇതും കൊണ്ട് വിറച്ചിട്ട്
ഇതിൻ്റെ പെടലൊക്കെ എങ്ങോ പോകണമെന്ന് അവൾ പറയണത്. അങ്ങനെ അവർ ഫൈനലിൽ എത്തണ സമയത്ത് 4ാമത്തെ പൊസിഷനിലായിരുന്നെന്നാണ് പറയണത്. നമ്മുടെ പ്രാർത്ഥനയുടെ ഒറ്റ ശക്തി കൊണ്ടാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ 4ാം സ്ഥാനത്ത് നിന്ന് എൻ്റെ കുഞ്ഞ് 3ാം സ്ഥാനത്തേക്ക് എത്തി. അങ്ങനെ എൻ്റെ മകൾക്ക് ബ്രോൺസ് മെഡൽ കിട്ടി. ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ ലേറ്റായി, കാരണം ഇത് എൻ്റെ മോളെയും കൊണ്ട് വന്ന് മോളെൻ്റെ മെഡൽ ഈ ലോകത്തെ മുഴുവനും കാണിക്കണം, കൃപാസന മാതാവ് തന്ന ഈ അനുഗ്രഹം കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതാണ് മെഡൽ. പരിശുദ്ധ അമ്മയ്ക്ക് ഇത് സമർപ്പിച്ച് ഞങ്ങൾ അന്ന് തന്നെ വന്ന് കോമ്പറ്റീഷൻ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞങ്ങളിവിടെ വന്ന് മാതാവിനത് സമർപ്പിച്ച്. അങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ ആവശ്യപ്പെട്ട കാര്യമല്ല മാതാവ് എനിക്ക് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ സാധിച്ചു തന്നത്. പിന്നെ 3ാമതൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും കാറ് കയറില്ല. അതെന്നെ എന്നും വേദനിപ്പിച്ചിരുന്നൊരു സങ്കടമായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാർ ജസ്റ്റ് മതിലൊന്ന് ഇതാക്കിയാൽ മതി, ഒരു ചരിവ് ചെറിയൊരു കേവ് ഇട്ടാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി കയറും. പക്ഷേ എന്തോ അവർക്ക് തരാനുള്ള 2 പേർക്കും തരാനുള്ള മനസ്സുണ്ടായില്ല. 20 വർഷമായി ഞങ്ങൾ വീട് വെച്ചിട്ട്. അപ്പം ഞാൻ എന്നും കൊണ്ടുപോയി ഈ 2 മതിലിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി ഇങ്ങനെ കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മതിലിന് കുറച്ച് പണികളൊക്കെ വന്നപ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ ആളുകൾ അതൊരു മെയിൻറ്റെയിൻ ചെയ്യാവണം. അപ്പം ഞാൻ വീണ്ടും പോയി അവരോട് ഞാൻ ചോദിച്ച്, ചേച്ചി ഒന്ന് ഇത്തിരി ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാറ് കയറാം, തരുവാന്ന് ചോദിച്ചപ്പോൾ തരൂല്ലെന്നുള്ള ഒരു മറുപടി എനിക്ക് കിട്ടി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാനിത് ഉപേക്ഷിക്കണേണ്, ഞാനിനി ഈ കാര്യം നിന്നോട് പറഞ്ഞ് ശല്യപ്പെടുത്തൂല, ഞാനിത് ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇരിക്കണ സമയത്ത് സന്ധ്യയപ്പോൾ എന്നോട് ആരോ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകുന്നിങ്ങനെ തോന്നിക്കണം. അങ്ങനെ ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിക്കണേണ്, ഈ ഇത്തിരി മതിലാവശം റോട്ടിലോട്ട് കയറിയാണ് ഞങ്ങളുടെ മതിലിരിക്കണത്. അപ്പം നീ അതവിടെ വച്ച് ഇങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നെ, അതിങ്ങനെ ഒരു ചെറിയ വളവാക്കി എടുത്താൽ കയറൂല്ലേന്ന് ഇങ്ങനെ ചോദിക്കണം എന്നോട് ആരോ ഇരുന്നു. അപ്പം ഞാൻ വെക്കം തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞേ, ജോയി നമുക്ക് ഈ മതിൽ ഇങ്ങനെ ചെയ്താൽ പറ്റൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അവിടെ ഇരുന്നിട്ട് പറഞ്ഞ്, അത് ശരിയാണല്ലോ, എന്താണ് നമുക്ക് ഇത്ര നാളും ഇത് തോന്നിക്കാഞ്ഞെന്ന് ചോദിച്ചു. അങ്ങനെ ആ മതിലിൻ്റെ പണി ഞങ്ങൾ മാതാവ് പറഞ്ഞു തന്നതാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മതിലിൻ്റെ പണി ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ വീട്ടിൽ കാറ് കയറി. അതാണ് എൻ്റെ 3ാമത്തെ അനുഭവം. പിന്നെയെന്ന് വെച്ചാൽ ഒത്തിരി ആത്മീയമായിട്ട് കൂടുതൽ ഇനി എൻ്റെ ജീവിതം ഞാൻ ചിന്തിക്കണേണ്. എനിക്കിപ്പോൾ ബാഹ്യമായ ഒന്നും എനിക്കിഷ്ടമല്ല. മൊബൈലിൽ ഞാൻ ആകെ ഡെയിലി ഹണ്ട് എന്ന് പറയുന്ന ഒരു ആപ്പായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിരുന്നേച്ച് ന്യൂസുകളൊക്കെ അറിയാൻ. ഞാനത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഡിലീറ്റാക്കി. POCയുടെ ഒരു ബൈബിൾ ആപ്പുണ്ട്, ഞാനത് ഫുൾ ടൈം അതിൻ്റെ ഓഡിയോ കേട്ടും പിന്നെ കൂടുതൽ സമയം കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേട്ടും പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുക. ഇന്ന് എൻ്റെ ജീവിതം സന്തോഷിപ്പിക്കുന്നത് ഇത് മാത്രമാണ്. പിന്നെ ഞാൻ എൻ്റെ മക്കൾക്കെന്ന് പറയാൻ എൻ്റെ മക്കൾ പറയണത്, അമ്മ എനിക്കെന്ത് ഞങ്ങൾക്ക് വേണ്ടി അമ്മ എന്ത് പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്കത് കിട്ടണുണ്ട്, അമ്മയുടെ പ്രാർത്ഥന മതി എന്നാണ് പറയണത്. പിന്നെ യേശയ്യ 40:31 പറയുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും, ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ വചനം നിങ്ങൾ മക്കളെ ഇവിടെ ഇരിക്കണം, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ, നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കോ. സത്യമാണ്, ഇവിടം വിട്ട് വേണ്ടെന്ന് പറഞ്ഞു പോയ ഞാനാണ് ഇന്ന് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണത്. അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ 4:30 ഞാനും എൻ്റെ ഹസ്ബൻഡ് എണീക്കും, ഞങ്ങൾ കൊന്ത ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, അതിനുശേഷം പള്ളിയിൽ പോയി ആരാധന മഠത്തിൽ അരമണിക്കൂർ ഞാനിരിക്കും. അതിനുശേഷം വിശുദ്ധ ബലിയും കണ്ടിട്ട് വീട്ടിലേക്ക് വരും, ബൈബിൾ വായിക്കും, കുടുംബ പ്രാർത്ഥന ചൊല്ലും. പിന്നെ കൂടുതൽ ടൈം ആത്മീയതയിലേക്ക് മക്കളാണെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് അതുങ്ങളെ കൂടുതലും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഇതൊക്കെ കേൾപ്പിക്കും. ഇന്ന് എൻ്റെ മൂത്ത മോൾ ഇവിടെ വന്ന് എൻ്റെ മൂത്ത മോൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കണ ഒരു കുടുംബമായി മാറാൻ പറ്റിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും
1000 നന്ദി പറയുന്നു. പിന്നെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ആരെൻ്റെ കൈ എൻ്റെ മുമ്പിൽ കൈ നീട്ടിയാലും അവരോട് നോ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അവിടെ നിന്ന് ഒരു ചുവട് എനിക്ക് മുന്നോട്ട് വെച്ചാൽ അതെന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തും, അവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ആരെൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നവർക്കും പിന്നെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ മരിച്ചുപോയ പാരൻസിന് വേണ്ടി ഒരു ഓർഫണേജിൽ സ്ഥിരം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു വൃദ്ധസദനത്തിൽ കഴിയണ വിധത്തിലെല്ലാം സഹായിക്കും. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ പേപ്പറുകളൊക്കെ ഞാൻ കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട്. പിന്നെ കുറേ കാലമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ അങ്ങനെ ഒന്നും ആവശ്യങ്ങൾ വരണില്ല, എല്ലാത്തിനും ഉപ്പും തൈലവുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മക്കളോടും പോകുമ്പോൾ ഇതെല്ലാം കൊടുത്തു വിടും. അങ്ങനെ എല്ലാ വിധത്തിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ഒരു വ്യക്തിയായി മാറാൻ സാധിച്ചതിന് 1 കോടി നന്ദി കൃപാസന മാതാവിനോട് പറയുന്നു. സങ്കീർത്തനം 103 തിരുവചനം അരുളി ചെയ്യുന്നു, അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. നാം നടക്കേണ്ട വഴി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കർത്താവിൻ്റെ കരുണ നിറഞ്ഞ പ്രവൃത്തികൾ ഇവിടെ കൃപാസനത്തിൽ വന്നത് മൂലം ആദ്യമേ, പിന്നീട് ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്നവർ എത്രയോ പേര് പിന്നീട് ഈ സന്നിധാനത്തിൽ വന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെയും സാക്ഷ്യം വ്യത്യസ്തമല്ല. അതായത് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ പിന്നീട് എങ്ങനെയാണ് അമ്മയും ഈശോയും നിറഞ്ഞു നിൽക്കുന്നത്, തൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എങ്ങനെ കൊണ്ടുവരുവാൻ ഈ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു. ഇവർക്ക് ഈ മകളുടെ നാഷണൽ സ്പോർട്സിലാണ് ഈ മകൾക്ക് ബ്രോൺസ് മെഡൽ കിട്ടുന്നത്. അപ്പോൾ അത് ഈ മകളേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർ, ട്രെയിനിങ്ങിന് ഒത്തിരിയേറെ കാലം കഴിഞ്ഞവരൊക്കെയുണ്ട്. ഇതെല്ലാം നാം കേട്ടു. എന്നാൽ അവർക്കൊന്നും സെലക്ഷൻ പോലും പലർക്കും കിട്ടാത്തപ്പോഴാണ് ഈ മകൾക്ക് സെലക്ഷൻ കിട്ടുകയും പിന്നീട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് ഇത് നമ്മുടെ യോഗ്യതയല്ല എന്നറിയിക്കുവാനാണ് പല നേട്ടങ്ങളിലൂടെയും നമുക്കത് ബോധ്യപ്പെടുത്തി തരുവാൻ ഉടമ്പടിയിലൂടെ കർത്താവ് നമ്മെ ഉപകരണങ്ങളാക്കുന്നു. എങ്ങനെയാണ് തനിക്ക് തലേ രാത്രിയിൽ പനിയും അതുപോലെ അസ്വസ്ഥതകളുമായിരുന്നു, ഒട്ടും മെറിറ്റ് തൻ്റെ ഭാഗത്തില്ല, എല്ലാം കർത്താവിൻ്റേത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ആ മകളെ ദൈവം എടുത്ത് ഒരു ഉപകരണമാക്കുന്നു. അതാണ് അങ്ങനെ തൻ്റെ മെഡലുമായിട്ട് ഈ മകൾ ഇന്നിവിടെ വന്നിരിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്ത് ജീവിതത്തിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ഈ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.